ഹായ് ഗൈസ്, അപ്പോൾ ഞങ്ങൾ വീണ്ടും വന്നേക്കാണ്. ഞങ്ങളെ ഇന്ന് പുറത്തൊന്ന് പോകാമെന്ന് വെച്ച്. ഇന്ന് ശനിയാഴ്ച ദിവസമല്ലേ, കുറേ ആയി പനിയൊക്കെ ആയിട്ട് ഞങ്ങൾ അങ്ങനെ പുറത്തൊന്നും ഇറങ്ങിയിട്ടില്ലായിരുന്നു. എല്ലാവരും മൂഡ് ഓഫായിട്ട് വയ്യല്ല, ആർക്കും വയ്യായിരുന്നല്ലോ. അപ്പം അങ്ങനെയൊക്കെ ഇരിക്കുമായിരുന്നു. അപ്പോൾ നമുക്ക് ചെരുപ്പ് എടുക്കണമെന്ന് പറഞ്ഞു, ഒരു ഷൂ എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ തിരൂര് അല്ലെങ്കിൽ ചെമ്മാട നോക്കാം, എടാ വിലക്കുറവെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് അവിടെ പോയി ഒരു ഷൂവോ ചെരുപ്പോ എന്തെങ്കിലും ഒരെണ്ണം എടുക്കണം. അതൊക്കെ ചെറിയൊരു ബ്ലോഗായിട്ട് ഇടാന്ന് വെച്ച്. പിന്നെ കുഞ്ഞാപ്പൂ ഇങ്ങനെ നടക്കും, അവൻ്റെ ഇപ്പോഴും ആ ഒരു പനിയുടെ ഇതിൽ നിന്ന് അവനൊന്നും കരകയറിയിട്ടില്ല, അപ്പം റിക്കവർ ആയിട്ടുമില്ല. അപ്പോൾ അവനെയും കൂടെ നമുക്കൊന്ന് പുറത്ത് കൊണ്ടുപോയി ഉഷാറാക്കി എടുക്കണം. അപ്പോൾ അതിനും കൂടെയാണ് ഞങ്ങളൊന്ന് പുറത്ത് നമുക്ക് പുറത്ത് പോവാം, ചാറ്റ പോവാം, ചാറ്റ പോവാം. അപ്പോൾ ഞങ്ങളിനി പോകുന്ന വഴിക്കുള്ള വിശേഷങ്ങളൊക്കെ നിങ്ങളെ ചെറുതായിട്ട് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതിന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി പോകുന്ന വഴിക്കുള്ള വിശേഷങ്ങളൊക്കെ നമ്മൾ വരുന്നതായിട്ട് വലിയ കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങൾ വരുന്ന വഴിക്ക് ചായ കുടിക്കാനായിട്ട് കയറി കടയിൽ. സ്ഥിരം കുടിക്കുന്ന ചായക്കടയല്ല. അപ്പോൾ ഞങ്ങൾ വരുന്ന വഴിക്ക് ചായ കുടിക്കാൻ തുടങ്ങാതെ കയറി. അങ്ങനെ ചായ കുടിച്ച് ചായക്കട കയറി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. എങ്കിൽ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. കഴിക്കാനായിട്ട് വാങ്ങിയത് പക്കുവടയാണ്, 10 രൂപയുടെ പക്കുവടയാണിത്. പിന്നെ അതിനൊപ്പം ഉണ്ടംപൂരിയും, പിന്നെ കുഞ്ഞിനൊരു ഉഴുന്നുവടയും വാങ്ങിയിട്ടുണ്ടായിരുന്നു. കുഞ്ഞതിലെ ഉഴുന്നുവടയിലെ കുരുമുളകില്ലേ, അതൊക്കെ പെറുക്കിക്കളയുന്ന ദൃശ്യമാണിത്. അവനക്ക് കുരുമുളക് അതിലെ ഇഷ്ടമല്ല, കുരുമുളകും മല്ലീൻ്റെ ഇലയൊക്കെ അതൊക്കെ നുള്ളിപ്പെറുക്കി കളഞ്ഞിട്ട് ആൾ കഴിക്കാൻ തുടങ്ങുകയാണ്. ഞങ്ങൾ പിന്നെ അവിടുന്ന് ചായയും കുടിച്ചിട്ടുണ്ടായിരുന്നു. ചായ കുടിച്ചതിന് ശേഷം ഞങ്ങൾ തിരൂരേക്ക് വന്നു. തിരൂര് മാർക്കറ്റാണ് ഇത്, തിരൂര് ഗൾഫ് ബസാറാണ് ഇത്. പച്ചക്കറിക്കടകളാണ് കൂടുതലും. അതിൻ്റെ ബാക്ക് ഭാഗത്തൂടെ പുറകിൽ കൂടെയാണ് ഞങ്ങൾ പോയത്. റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ കൂടെ ഉള്ള വഴിയിൽ കൂടെയാണ് പോയത്. ഞങ്ങൾ തിരൂരെത്തി. ഞങ്ങളിനി ഒരു ഷൂ വാങ്ങിക്കാമെന്ന് വെച്ച് അത് നോക്കാൻ വേണ്ടിയിട്ട് കടകളിലേക്ക് പോവാണ്. ഞങ്ങൾ കുറേ കടകളിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റിലാണ് ഈ കളിപ്പാട്ടങ്ങളൊക്കെ ഇല്ലേ, ഇതിനൊക്കെ 50, 100ഒക്കെയാണ് വില വരുന്നത്. തിരൂരല്ലേ, തിരൂര് കളിപ്പാട്ടങ്ങൾക്ക്, കുഞ്ഞു മക്കളുടെയൊക്കെ കളിപ്പാട്ടങ്ങൾക്ക് നല്ല വിലക്കുറവുണ്ട്. പിന്നെ ഓരോരുത്തർ നമ്മളിങ്ങനെ വിളിക്കും കടയിലേക്ക് വാ, ഏത് സാധനവും വേണ്ട, എന്താ എടുക്കണ്ടേന്നൊക്കെ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കടയിലേക്കൊക്കെ കയറാവുന്നതാണ്. പിന്നെ ഈ തുണിക്കടയില്ലേ, ഇവിടെ തുണി തൂക്കിയാണ് കൊടുക്കണത്. അത് കിലോ 200 അങ്ങനെ എത്ര ഓർക്കണില്ല, വില ഇങ്ങനെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. കിലോ 200 തോന്നുന്നു. പിന്നെ ഇതിലെ ഏത് ഷൂ എടുത്താലും 400 രൂപയാണ്. ഇതിലെ ഏത് ഷൂവിനും 400 രൂപ. സ്പോർട്സ് ഷൂ ആണ് കൂടുതൽ. ഗേൾസിൻ്റെയും ബോയ്സിൻ്റെയും ഒക്കെ ഉണ്ട്, ജെൻസിൻ്റെയൊക്കെ ഷൂ വരുന്നുണ്ട്. ഈ വൈറ്റ് ഷൂ ഇല്ലേ, ഇതൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഷൂ ആയിരുന്നു. പിന്നെ ഇത് തയ്ക്കേണ്ടി വരുന്നില്ല, ഇതിനകത്ത് അഡീഷണൽ സ്റ്റിച്ചിങ്ങും വരുന്നുണ്ടായിരുന്നു. സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ നമുക്കിത് തയ്ക്കേണ്ടി ഒന്നും വരുന്നില്ല. അടുത്ത് നമുക്ക് പിന്നെ ഇത് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ ഈ കാണുന്ന ഷൂ ഇല്ലേ, അതിൽ ഏതെടുത്താലും ഷൂവിനും 150 രൂപയാണ്. ഏത് ഷൂ നമ്മൾ എടുത്താലും 150 രൂപയാണ്. അതിന് പുറമെ ചെരുപ്പും ഉണ്ടായിരുന്നു അവിടെ. 100 രൂപ മുതലുള്ള 50 രൂപ മുതലുള്ള ചെരുപ്പാണ്. ഈ ബാക്കിൽ ഇരിക്കുന്ന ചെരുപ്പില്ലേ, ഇതിനൊക്കെ വില വരുന്നത് 100 രൂപ ടൈപ്പാണ്. ഞാൻ അപ്പോൾ 2-3 ചെരുപ്പ് കാലിലിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. ഈ ചെരുപ്പില്ലേ, ഇതിനൊക്കെ 150 രൂപ ടൈപ്പ് ചെരുപ്പാണ്. ഇതിലും വിലക്കുറവിൽ, ചെമ്മാടും വിലക്കുറവിൽ നമുക്ക് മേടിക്കാൻ പറ്റും. ഞങ്ങൾ പിന്നെ തിരൂര് ഒന്നും ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ ഞങ്ങൾ പിന്നെ ചെമ്മാടൊക്കെയാണ് വന്നത്. ഈ ഷൂ ഇല്ലേ, ആ പച്ച ഗ്രീന്, അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷേ അത് ഞാൻ എടുത്തില്ല. ചെരുപ്പ് ഞാൻ ഷൂ വാങ്ങിക്കാൻ വന്നത്, അതിൽ ഞാൻ ചെരുപ്പിൻ്റെ കളക്ഷനാണ് കൂടുതൽ നോക്കിയത്. ചെരുപ്പൊക്കെ നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ചെരുപ്പും പിന്നെ നല്ല മോഡേണായിട്ടുള്ള ഇപ്പം കളിക്കുന്ന മോഡലാണ് ചെരുപ്പൊക്കെ അവിടെ ഇരിക്കുന്നത്. അപ്പോൾ അതൊക്കെ എടുത്തിങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് ഇവിടെ ജോലിക്ക് നിൽക്കുന്ന സെയിൽസ്മാൻ ഓൻ പറയുക വേറെ കളക്ഷനും വന്നിട്ടുണ്ട്, നല്ല കളക്ഷനൊക്കെ ഉണ്ട്, മേലെ ഇരിപ്പുണ്ട്, ഗോഡൗണിൽ എടുക്കണമെന്നൊക്കെ എന്നോട് ചോദിച്ചായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, ഇത് തന്നെ നോക്കാമെന്ന് പറഞ്ഞു. നമ്മൾ ഇപ്പോൾ തിരൂരായാലും എവിടെ പോയാലും
നമുക്ക് ഇഷ്ടമുള്ള ഷൂ ആയാലും ചെരുപ്പായാലും ഒക്കെ എടുക്കാം. എനിക്കാണെങ്കിൽ ഇച്ചിരി അത്യാവശ്യം ഒരു 1000 മേലെ വരുന്ന ഷൂ ആയിരുന്നു വേണ്ടത്. ഈ വൈറ്റ് കളറിലെ ഷൂ ഇല്ലേ, അതായിരുന്നു വേണ്ടത്. എൻ്റെ ഒരു വൈറ്റ് ഷൂ ഉണ്ട്. അപ്പോൾ അതാണെങ്കിൽ കുറച്ച് നാളായി, ഒരു 1.5 വർഷമായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി കൂടിയ ടൈപ്പ് എടുക്കാമെന്ന് ചോദിച്ചത്. അപ്പോൾ എനിക്കാണെങ്കിൽ ഇച്ചിരി മോഡലായിട്ടുള്ള ഞാൻ ഉദ്ദേശിച്ച മോഡൽ അവിടെ ഇല്ലായിരുന്നു, അതുകൊണ്ട് പിന്നെ എടുക്കാമെന്ന്. ഈ ചെരുപ്പൊക്കെ വില വരുന്നത് 120, 130 ആ റേഞ്ചൊക്കെയാണ്. ഇത് മോനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഷൂ. ഓന് തന്നെ എടുത്ത് എനിക്ക് കാലിലോട്ട് ഇട്ട് തന്നതാണ് മോൻ തന്നെ. എന്നിട്ട് അവൻ നോക്കുന്നുണ്ട് ഏതിലും എടുക്കുക. ഓനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ ഷൂ എടുക്കാനായാലും ചെരുപ്പ് എടുക്കാനായാലും ഒക്കെ. നമ്മൾ തുണിക്കടയിലൊക്കെ പോകുമ്പോൾ ഓൻ തന്നെ ചിലപ്പോൾ എനിക്ക് ഇങ്ങനെ എടുത്തു തരും ഓനക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ. ഇതൊക്കെ 350 രൂപ വരുന്ന ഷൂ ആണ്. ഇത് കുഞ്ഞു മക്കളുടെ ഷൂ ആണ്. ഈ 12 സൈസ് വരൂലേ, അയാനൊക്കെ പാകം വരുന്ന ഷൂ ആണിത്. പിന്നെ അവിടെ എനിക്ക് ഇഷ്ടപ്പെടാതെ ഞങ്ങൾ പിന്നെ തൊട്ടപ്പുറത്തെ കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൻ പറയാം അവിടെ അങ്ങോട്ട് പോയി നോക്കിയാൽ ഷൂ ഇരിക്കണേന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ പോയി നോക്കി. അവിടെ ഞങ്ങൾ ഉദ്ദേശിച്ച സൈസില്ല. ഒന്നാമത്തെ കാര്യം എനിക്കാണെങ്കിൽ കാലിൻ്റെ സൈസ് വരുന്ന 9 ആണ്. അപ്പോൾ 9 വരുമ്പോൾ ഒരു പ്രശ്നമുള്ളത് 7, 8 ഒക്കെ നല്ല കളക്ഷൻ ഉണ്ട്. 9 അത്യാവശ്യം ഇച്ചിരി വലിപ്പമുള്ള സൈസ് കൂടുതലായതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ടൈപ്പ് ഷൂവിന് കിട്ടില്ല. ഈ ചുരിദാറില്ലേ, ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ചുരിദാറാണ്. ഇതൊക്കെ 700 റേഞ്ചൊക്കെ ആയിരുന്നു. സൽവാറിൻ്റെ മോഡൽ വരുന്ന ചുരിദാർ. പിന്നെ അവിടെ ഇട്ടിരിക്കുന്ന ഷർട്ടില്ലേ, അതൊക്കെ 250 രൂപ ഷർട്ടാണ്. പിന്നെ കൂടുതൽ ഇവിടെ തുണീൻ്റെയൊക്കെ സെയിൽസാണ് കൂടുതൽ. പിന്നെ ഞാൻ അവിടെ എനിക്കിഷ്ടപ്പെടാതെ പിന്നെ ഞങ്ങൾ അവിടുന്ന് തൊട്ടടുത്തൊരു കടയുണ്ടായിരുന്നു, അവിടെ കയറി. അപ്പോൾ അത് ഇച്ചിരി വലിയ കടയായിരുന്നു. അപ്പോൾ അവരെനിക്ക് കാലിൽ ഷോക്സൊക്കെ ഇടാൻ തന്നു. ഇട്ടിട്ട് അത് ഷൂ ചീത്തയാവുമെന്ന് വെച്ചിട്ടേ. അപ്പോൾ ആ ഷൂ ഈ ഷൂ ഞാൻ എടുക്കാനിരുന്നതായിരുന്നു. ആടെ കയ്യിലിരിക്കുന്ന ഷൂ ഇല്ലേ, അപ്പോൾ ആ ഷൂ ഞാൻ എടുക്കാനിരുന്നതാണ്. അത് ഒറ്റ പീസേ ഉള്ളായിരുന്നു ആ ഷൂ. പിന്നെ അതിനെന്താ പ്രശ്നമെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, അതിൻ്റെ സൈഡിലൊക്കെ ഈ പെയിൻറ്റ് ഈ ഷൂവിൻ്റെ ഒരു കളറൊക്കെ വന്നിട്ടുണ്ട്. അത് ഡാമേജ് ഉള്ള പീസായിരുന്നു. ഇതിന് വന്നത് 700 റുപ്പീസായിരുന്നു, 750. അപ്പോൾ ഇതാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഷൂ ആയിരുന്നു. അപ്പോൾ റേറ്റ് അല്പം കുറവാണെങ്കിലും കുഴപ്പമില്ല. ഞാൻ ഒരു 900 റേഞ്ചായിരുന്നു ഉദ്ദേശിച്ചത്. പക്ഷെ എനിക്ക് ഈ ഷൂ ഇഷ്ടപ്പെട്ടായിരുന്നു, അത്യാവശ്യം നല്ലതായിരുന്നു. പക്ഷേ ഈ ഡാമേജ് പീസ് ആയതുകൊണ്ട് ഇത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഓരപ്പോൾ അതിലൊന്നും കുറച്ച് തരുത്തതുമില്ല. അതുമാത്രമല്ല ഓര് പറയണത് അത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് നമുക്ക് പറ്റൂലല്ലോ. നമ്മളിപ്പോൾ ഏത് സാധനം എടുത്താലും ഡാമേജ് ഉള്ളതൊന്നും നമുക്ക് അത്ര പറ്റൂലല്ലോ. നമ്മൾ ഇത്രയും പൈസ കൊടുക്കണമല്ലോ. ഞാൻ പിന്നെ വേണ്ടാന്ന് പറഞ്ഞു. വേറെ ഷൂ നോക്കണോ എന്നൊക്കെ ലാസ്റ്റ് ഒരു ചോദിച്ചു. ഞാൻ പറഞ്ഞു വേണ്ട, എടുക്കണ്ടെന്ന് പറഞ്ഞു. 300 രൂപ ടൈപ്പില്ലേ, ഈ സൈഡിൽ ഇരിക്കുന്ന ആ ഷൂ ഇല്ലേ, ഈ കാണുന്ന ഷൂ, ഇതൊക്കെ 300 രൂപ വരുന്ന ഷൂ ആണ്. ഈ താഴോട്ടുള്ള താഴത്തെ 2 റാക്കില്ലേ, അത് രണ്ടും 300 രൂപ ഷൂ ആയി കാണണം. കളക്ഷനില്ലായിരുന്നു, ഞങ്ങൾ അവിടുന്ന് എടുത്തിട്ടില്ലായിരുന്നു. ഞങ്ങൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ്. ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ.